ചൂട് കാരണം ചോക്ലേറ്റ് മുഴുവൻ അലിഞ്ഞു പോയല്ലോ. ഇനി ചോക്ലേറ്റ് കഴിക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തണം. ഈ ചോക്ലേറ്റ് ഒട്ടും അലിഞ്ഞു പോയിട്ടില്ല. അയ്യോ, ഈ ചോക്ലേറ്റ് മൊത്തമായിട്ട് അലിഞ്ഞു പോയല്ലോ. അത് ശരി, നീ ഇങ്ങനെ പുറകെ ഇരുന്ന് ചോക്ലേറ്റ് കഴിക്കണമെന്ന് വാശി പിടിച്ചത് എന്തിനാണ്? ചൂടുകാലത്ത് അലിഞ്ഞു പോകുമെന്ന് അറിയില്ലേ? അതങ്ങ് വിട്ടുകളയാ ജോർദാർ. എന്റെ വലിയ കഴുത, അതുകൊണ്ടാ ഇങ്ങനെ പറയുന്നേ. നിങ്ങൾ ഇങ്ങനെ ഒരുപാടായി കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് സംശയമുണ്ടോ? ഇതാണെങ്കിൽ ഒരുപാട് ചോക്ലേറ്റും ഉണ്ട്. ഏതോ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്നെന്ന് തോന്നുന്നു. ഖന്ന സാറേ, ഇത്രയും ചോക്ലേറ്റ് സാറിന് എവിടുന്നാ കിട്ടിയത്? ഇന്നലെ ഞാൻ അത്യാവശ്യത്തിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ പെട്ടെന്ന് മഴ വന്നു. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. അതുകൊണ്ട് ബാങ്ക് എനിക്ക് ഇതെല്ലാം ഗിഫ്റ്റ് ആയിട്ട് തന്നു. അടി കൈ. കാറ്റ് വന്നാൽ പാടിടാം, കാലുളുക്കിയാൽ ബാമിടാം. ചോക്ലേറ്റ് അടിച്ചു മാറ്റാൻ ഇന്ന് ഞാൻ മുന്നിലാ. അടിച്ചു മാറ്റും ഞാൻ, അതറിയാത്തവരെ കൊണ്ട് അടിച്ചു മാറ്റിക്കും. ഞാനാണ് മണിയമ്പൂച്ച. തുണികളലക്കും വാഷിംഗ് മെഷീൻ, ജ്യൂസ് അടിക്കും മിക്സി മെഷീൻ. ഓടിച്ചെന്നാൽ പിന്നെ ഞാനോ ചാടിപ്പോകും റേസിംഗ് മെഷീൻ. പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കാണില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പാടാൻ നിങ്ങൾ എനിക്ക് കാശൊന്നും തരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ചോക്ലേറ്റിനൊന്നും ആ പഴയ ടേസ്റ്റ് ഇല്ല. അയ്യോ, എന്റെ കൈ ഇപ്പൊ കാണിച്ചു തരാം. എന്റെ കൈയിരുന്ന ചോക്ലേറ്റ് പിടിച്ചു വാങ്ങിയിട്ട് എന്നെ തല്ലേ കൂടെ ചെയ്താ നീ. നിന്നെ ഞാനുണ്ടല്ലോ. അയ്യോ, ഞാൻ ആരാണെന്ന് ഇവന് കാണിച്ചു കൊടുക്കാം. ഓഹോ, താങ്ക് യു. അല്ലി, ചെടിച്ചട്ടി എവിടെ പോയി? ഇവൻ എല്ലാ ചോക്ലേറ്റും കഴിച്ചല്ലോ. അത് എന്റെ ചോക്ലേറ്റ് ആണ്. ഇത് എന്റെ ചോക്ലേറ്റാ. അല്ല, എന്റെ ചോക്ലേറ്റ് സെൽഫ് സ്റ്റാർട്ട് കേടായത് കൊണ്ട് കിക്കർ അടിച്ചു ഞാൻ. ഇത്രയുമേറെ ചോക്ലേറ്റ് കണ്ടാൽ കുറച്ചെടുക്കും ഞാൻ. എടുക്കുമല്ലോ, എടുക്കാൻ അറിയാത്തവരെ കൊണ്ട് ഞാൻ എടുപ്പിക്കുമല്ലോ. ഞാനാണ് മണിയമ്പൂച്ച. ലോക്ക്ഡൌൺ ആയിട്ട് ആൾക്കാരെല്ലാം പുറത്തിറങ്ങുന്നു. ഒരു പൂച്ചയായിട്ട് കുരങ്ങനെ പോലെ റാപ്പ് ചെയ്യുന്നു. അടി കൈ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവൻ ഇത് എത്ര വേഗത്തിലാ ഓടുന്നത്. എനിക്ക് തോന്നുന്നത് ഫ്രൈഡേ തന്നെ ഇവൻ വീക്കെൻഡ് പാർട്ടി നടത്തുമെന്നാ. അഥവാ എനിക്കൊരു ബസ് ഉണ്ടായിരുന്നെങ്കിലേ പോയാ എന്നാൽ ഒരു കാരണവശാലും ഇവന് ഞാൻ ലിഫ്റ്റ് കൊടുക്കില്ലായിരുന്നു. എടാ, അവന് ലിഫ്റ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ചോക്ലേറ്റ് തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ എല്ലാ ചോക്ലേറ്റും അവൻ കഴിച്ചു. ഇനിയിപ്പോ നമ്മൾ തന്നെ മാർക്കറ്റിൽ പോയി ചോക്ലേറ്റ് വാങ്ങേണ്ടി വരും. നമ്മുടെ കയ്യിലുള്ള ഇത്രയും ചോക്ലേറ്റ് അവൻ കഴിച്ചെങ്കിൽ നഗരത്തിൽ ചോക്ലേറ്റ് ഒന്നും ബാക്കി കാണില്ല. അവനെ വേഗം തടയണം. വാ, നമുക്ക് പോകാം. അതെ രാമു, കടയൊന്ന് വൃത്തിയാക്കേക്ക്.
എടാ ഞാൻ ഇങ്ങനെയാണ് വൃത്തിയാക്കാൻ പറഞ്ഞേ. മോനെ പതുക്കെ കഴിച്ചാ മതി. വേഗം കഴിച്ചാലേ അത് ദഹിക്കില്ല. മമ്മി ചോക്ലേറ്റ് തീർന്നുപോയി. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. പറഞ്ഞ ഒരു അനുസരണയില്ല. അയ്യോ അമ്മ, ഇത് ഞാനല്ല കഴിച്ചത്, വേറെ ആരോ ആണ് കഴിച്ചത്. ചോക്ലേറ്റ് മുഴുവൻ കട്ടെടുത്തത് അവനും, ഇപ്പൊ ഒളിച്ചിരിക്കുന്നത് നമ്മളും. പോപ്പട്ടെ, അവൻ വളരെ വേഗത്തിലാ ഓടുന്നത്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ട് കളയും. അതുകൊണ്ടാണ് മധുരത്തിന് പകരം ഉപ്പുള്ളത് ഓർഡർ ചെയ്തത്. അപ്പൊ പിന്നെ അവൻ നമ്മുടെ അടുത്തേക്ക് വരികയില്ലല്ലോ. ദാ കണ്ടില്ലേ ഈ പാസ്തയും തിന്നു തീർത്താ കള്ളപ്പൂച്ച. ഞാൻ തന്നെ കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു. കുറെ നേരമായി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി വെയിറ്റ് ചെയ്താലേ ഹണി ഈ മെനു കാർഡിലുള്ള എല്ലാം ഇവിടെ ഓർഡർ ചെയ്ത് വെക്കും. സംശയമുണ്ടോ? മറ്റെന്തെങ്കിലും വഴി നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. ആ ഐഡിയ, വാ എന്റെ കൂടെ. ഞാനിതുവരെ ചോക്ലേറ്റ് അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല. എന്നെ പിടിക്കാൻ മാത്രം ആരും ഇതുവരെ ജനിച്ചിട്ടില്ല. ഓടിക്കും ഞാൻ, ഓടിക്കും. ഇതുവരെ ഓടാത്തവരെ എല്ലാം ചെറുതായിട്ട് ഓടിക്കും ഞാൻ. എന്റെ അമ്മോ, വലിയ കോടീശ്വരന്മാരാന്നാ തോന്നുന്നേ. പച്ചക്കറി എടുത്തോണ്ട് പോയി ഫ്രീ ആയി കിട്ടുന്ന മല്ലിയില വേണ്ടെന്ന് വെച്ചല്ലോ. എന്നോട് കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കും. എവിടെ പോയവൻ? അടുത്ത 3 വർഷത്തേക്കുള്ള എല്ലാ ട്രിപ്പും ക്യാൻസൽ ആക്കി. കാരണം ഇന്ന് ഒരുപാട് കറങ്ങി. ആ കാട്ട് കള്ളനെ പിടിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നല്ല, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ നമ്മളിതാ ഈ അവസ്ഥയിലായി. സംശയമുണ്ടോ? അവൻ ലോകത്തുള്ള എല്ലാ ചോക്ലേറ്റും തിന്നു തീർക്കും. എന്റെ അമ്മച്ചി, അതിന് ഞാൻ അനുവദിക്കില്ല വലിയ എളിയ. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. അതിനൊരു ആമയെ വേണം. ആമാ ആമയോ? ആമയോ?
ദാ കണ്ടില്ലേ പല നാൾ കള്ളൻ ഒരു നാൾ ചതിക്കപ്പെടുമെന്നാണ്. അതില് പിടിക്കപ്പെടുമെന്നല്ലേ? ഈ ഖന്ന സാറിന്റെ കവിത കേട്ട് കേട്ട് എല്ലാ കവിതകളും ഞാനിപ്പോ തലതിരിച്ചാ പറയുന്നത് പോപ്പട്ടെ. ഇതിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ നിന്നെ സഹായിക്കാം. അല്ല, ഇതിൽ നിന്ന് അവന്റെ പല്ല് ഊരിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ. കാക്ക കരഞ്ഞു കാക്കാക്ക, കുയിലുകൾ കൂവി കൂ കൂ കൂ. തെറ്റുകളെല്ലാം മാപ്പാക്കൂ, കുറ്റമതെല്ലാം പറഞ്ഞേക്കൂ. ഓക്കേ, ചോദിക്കും ഞാൻ. മാപ്പ് ഇതുവരെ കൊടുക്കാത്തവരോടും അത് ചോദിച്ച് വാങ്ങും ഞാൻ. ബിക്കോസ് ഐ ആം മണിയമ്പൂച്ച. കൈ ഇങ്ങനെ പിടിക്കാതെ മറ്റൊരു പ്രോമിസ് കൂടി ഇയാളെ കൊണ്ട് നമുക്ക് ചെയ്യിച്ചാലോ? സത്യത്തിൽ ഈ ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഖന്ന സാറിനെ തന്നെയാണ് ഓർമ്മ വന്നത്. പൊയ്ക്കോ, ഞങ്ങൾ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. പക്ഷെ ഇന്ന് മുതലേ ചോക്ലേറ്റ് ഷെയർ ചെയ്ത് മാത്രമേ കഴിക്കാവൂ. നിന്നെ ബുദ്ധിമുട്ടിച്ചതിന് സോറി ആമക്കുട്ടാ. സോറി ആമക്കുട്ട. സോറി ആമക്കുട്ടാ. സോറി അമ്മക്കുട്ടാ. സോറി അലിയ. ഇവൻ എന്തായാലും നന്നായി. ഇവൻ അടിച്ചു മാറ്റിയ കടയിലൊക്കെ പുതിയ ചോക്ലേറ്റ് വാങ്ങി കൊടുക്കേണ്ടി വരില്ലേ? ഓ, അതാണോ ഇത്ര വലിയ കാര്യം? അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട വേണ്ട.